വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ചമ്മന്തിപ്പൊടിയും പിന്നെ പൊടിദോശയുമായാലോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉഴുന്ന് 1 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പരിപ്പാണ് ചേർത്ത് കൊടുത്തത്. ഞാൻ എൻ്റെ കൈവശമുള്ള പരിപ്പാണ് കേട്ടോ, സാമ്പാറിനിടുന്ന പരിപ്പാണ് ചേർത്തത്. ഇനി ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന അരി ചേർത്താൽ മതി. ഞാനിവിടെ പൊടിയരിയാണ് കേട്ടോ ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ചെയ്തെടുക്കാം. പക്ഷെ ഞാനിത് 3ഉം ഒരുമിച്ചാണ് കേട്ടോ റോസ്റ്റ് ചെയ്തെടുത്തത്. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ അത് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ആ സെയിം പാനിൽ തന്നെ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളുത്തുള്ളി അല്ലി 10ഓ 15ഓ വെളുത്തുള്ളി അല്ലി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് സമയമായിട്ട് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ആ സെയിം ഓയിലിൽ തന്നെ കുറച്ച് കറിവേപ്പിലയും വത്തൽമുളകുമാണ് ഇട്ട് കൊടുത്തത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതും 1 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിമിൽ നിന്ന് മാറ്റി വെക്കാം. പിന്നെ സെയിം പാനിലേക്ക് തന്നെ 3 ടീസ്പൂൺ കുരുമുളകാണ് ചേർത്തത്. എരിവിനനുസരിച്ച് നിങ്ങൾക്കിത് കുറവോ കൂടുതലോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് 2 മിനിറ്റോളം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം ജീരകം ഉണ്ടല്ലോ, നല്ല ജീരകം, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1/2 മിനിറ്റോളം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. പൊടി ഇല്ലെന്നുണ്ടെങ്കിൽ കായമാണെങ്കിലും ചേർത്താൽ മതി. പക്ഷെ കായം ചേർക്കുകയാണെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി കുറച്ച് നേരം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ല പൊടി പോലെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ദാ നല്ലതുപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ആ ഒരു ഉപ്പും പുളിയും എല്ലാം ഇതിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് മാത്രമുള്ളത് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈവച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ദോശയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. ഇനിയിപ്പം ഞാനിവിടെ പൊടിദോശയാണ് കേട്ടോ ഈ ഒരു ചമ്മന്തിപ്പൊടി വെച്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശമാവ് ഇതുപോലെ പാനിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ദോശയുടെ മുകളിൽ ആ ചമ്മന്തിപ്പൊടി ഒന്ന് വിതറി കൊടുക്കുക കേട്ടോ. ഇതുപോലെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നല്ലതുപോലെ മുരിഞ്ഞു വരുമ്പോൾ ഇത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഈ ഒരു വെക്കേഷന് ഊട്ടിയിൽ പോയപ്പം ഒരുപാട് കഴിച്ചതാണ് കേട്ടോ പൊടിദോശ. അപ്പം അന്ന് മുതൽ വിചാരിച്ചതാണ് വീട്ടിൽ വരുമ്പോൾ ഇതൊന്ന് ശരിയാക്കി നോക്കണമെന്ന്. പക്ഷെ എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടി കേട്ടോ. അപ്പം നിങ്ങൾക്കും എന്തായാലും ഇഷ്ടമാവും ഈ ഒരു റെസിപ്പി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.